ആറന്മുള വഞ്ചിപ്പാട്ട് മത്സരം ആരംഭിച്ചു. ആറന്മുള പള്ളിയോട സേവാ സംഘവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് സംഘടിപ്പിക്കുന്ന വഞ്ചിപ്പാട്ട് മത്സരം ദേവസങ്കീർത്തന സോപാനം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം വടക്കേമുറ്റത്ത് തീർത്ത പ്രത്യേക പന്തലിൽ ആരംഭിച്ചു. കവി പ്രഭാവർമ്മ ഉദ്ഘാടനം ചെയ്തു. കുചേലന്റെ പ്രതികരണമുണ്ട് അതിനോടുള്ളത്. ഒരു കൃഷ്ണസ്തുതി രൂപത്തിലുള്ളതാണ്. ആ കൃഷ്ണസ്തുതിയൊന്നും മൂലകൃതിയിലില്ല. അങ്ങനെ മൂലകൃതിയിൽ ഇല്ലാത്തവരെ കൂട്ടിച്ചേർത്തുകൊണ്ട് രാമപുരത്ത് വാര്യരെ കുചേലവൃത്തം സൃഷ്ടിച്ചപ്പോൾ അത് മൗലികമായ ഒരു സർഗാത്മക സാഹിത്യ സൃഷ്ടിയായി മാറി എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റണം. അങ്ങനെ ഉള്ള ചരിത്രം അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അതേപോലെ തന്നെ ഈ പള്ളിയോടങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നു. ഈ പള്ളിയോടങ്ങൾ എങ്ങനെ ഉണ്ടായി? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം പള്ളിയോടങ്ങളുടെ ഒരു ഉൽപ്പത്തി കഥ എന്ന് എനിക്ക് നിശ്ചയമില്ല. ചെമ്പകശ്ശേരി കുട്ടനാടുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ ഒരു ഉൽപ്പത്തി ഉണ്ടാകുന്നത്. ചെമ്പകശ്ശേരി രാജാവ് അമ്പലപ്പുഴ ആസ്ഥാനമാക്കി വാഴുന്നു. കായംകുളം രാജാവ് കായംകുളം ആസ്ഥാനമായി അപ്പുറത്ത്. ഇവർ തമ്മിൽ വലിയ യുദ്ധം നടക്കുന്നു. കരയിലൂടെ മാത്രം പോരാ യുദ്ധം എന്ന് വരുന്നു. കാരണം കുട്ടനാട് അതിൻ്റെ മിക്ക ഭാഗങ്ങളും കണ്ട വെള്ളത്തിനാണ് എന്നുള്ളതുകൊണ്ട് വെള്ളത്തിലൂടെയുള്ള ഒരു യുദ്ധം കൂടി ഉണ്ടായാലേ വിജയം പൂർത്തിയാകൂ എന്ന് വന്നപ്പോൾ ചെമ്പകശ്ശേരി രാജാവ് കൊടുപ്പുന്ന വെങ്കട്ടരമണൻ എന്ന തൻ്റെ ശില്പിയോട് ആശാരി കുടുംബത്തിൽ നിന്നുള്ള ആളാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്കൊരു നാവിക നൗക വേണം, നാവിക സേനയ്ക്ക് ഉതകുന്ന ഒരു നൗക വേണം. അതിനകത്ത് പോരാളികൾക്ക് ഇരിക്കാൻ കഴിയണം, ഒപ്പം തന്നെ പോരാളികൾക്ക് വേണ്ട ഈ പടക്കോപ്പുകൾ സൂക്ഷിക്കാനും കഴിയണം. ഇതിന് തക്ക വിധത്തിലുള്ള ഒരു നൗക, ഒരു യുദ്ധ നൗക ഉണ്ടാക്കാൻ പറയുന്നു. അങ്ങനെ കൊടുപ്പുന്നാശാരി ആ യുദ്ധ നൗക പണി തീർക്കുന്നു. പക്ഷേ അത് പണി തീർത്തതിന് ശേഷം ഈ യുദ്ധനൗകകൾ കായംകുളത്തിന് നേർക്ക് ഇരച്ച് ചെല്ലുമ്പോൾ ചെമ്പകശ്ശേരി ഈ രാജാവിൻ്റെ അഭിമാനത്തിൻ്റെ പ്രതീകങ്ങളെന്ന നിലയിൽ അങ്ങനെ ഇരച്ച് കയറി ചെല്ലുമ്പോൾ കായംകുളം നെടുങ്ങുകയാണ്. കായംകുളത്തിന് മനസ്സിലായി, ഇതേപോലുള്ള നൗക ഇല്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, നമ്മൾ വളരെ പെട്ടെന്ന് തീർത്ത് തുന്നം പാടും എന്നൊരു തോന്നലുണ്ടാവുന്നു. അതേ തുടർന്ന് ഒരു ചതിപ്രയോഗത്തിലൂടെ കൊടുക്കുന്ന ശില്പിയെ ഗോവിന്ദ വെങ്കട്ടരമണനെ വിളിച്ചുകൊണ്ട് പോവുകയും ചതിയിലൂടെ വിളിച്ചുകൊണ്ട് പോവുകയും അവിടെ കൊണ്ടുപോയി ഇരുത്തി ഇതേപോലെയുള്ള ഒരു നൗക ഞങ്ങൾക്കും പണിതു തന്നിട്ടില്ലെങ്കിൽ, നൗകകൾ ഞങ്ങൾക്കും പണിതു തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ബാക്കി ഉണ്ടാവില്ല എന്ന ഭീഷണിയുടെ സ്വരത്തിൽ അറിയിക്കുകയും ചെയ്യും. പ്രസിഡന്റ് ശ്രീ KV സാംബദേവൻ അധ്യക്ഷത വഹിച്ചു. ഓഗസ്റ്റ് 23 രാവിലെ 10 മുതൽ 1:30 വരെ 52 കരകളിൽ നിന്നെത്തുന്നവർ വഞ്ചിപ്പാട്ട് അവതരിപ്പിക്കും. 10 മിനിറ്റ് കൊണ്ട് ബാലലീല, ഭീഷ്മപർവം, രാമായണം തുടങ്ങിയവയിൽ നിന്ന് മത്സരത്തിന് പാട്ടുകൾ തിരഞ്ഞെടുക്കും. വള്ളസദ്യ ക്ഷേത്രത്തിൽ പുരോഗമിക്കുന്നു. KSRTC പ്രത്യേക സർവീസുകൾ തുടരുന്നുണ്ട്. ആറന്മുള വഞ്ചിപ്പാട്ടിന്റെ ഈരടികൾ കൊണ്ട് എല്ലാ ഊട്ടുപുരകളും ക്ഷേത്ര പരിസരവും മുഖരിതമാണ്. ചടങ്ങിൽ ഡോക്ടർ A. മോഹനാക്ഷൻ നായർ മുഖ്യ പ്രഭാഷണം നടത്തി. നിർവഹണ സമിതി അംഗം മാലക്കര രവീന്ദ്രൻ നായർ, MK ശശികുമാർ, പ്രസാദ് ആനന്ദഭവൻ, രമേശ് മാലിമേൽ, KS സുരേഷ്, അജയ് ഗോപിനാഥ്, സജീവ് കുമാർ, അനൂപ് ഉണ്ണികൃഷ്ണൻ, കൃഷ്ണകുമാർ B, അജി R നായർ എന്നിവർ പ്രസംഗിച്ചു.